الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സഹോദരങ്ങൾ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മരണം വരെ ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് ആദ്യം എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗപൂർണമായ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ആദർശത്തെയും നിലപാടുകളെയും സമീപനങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ദുൽഹജ്ജ് മാസത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനായി അദ്ദേഹം ചെയ്ത ഓരോ ഇബാദത്തുകളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കണം എന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം മുഴുവൻ. അതുകൊണ്ടാണ് പരിശുദ്ധ കഅബാലയം നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഈ അമല് നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള പാഠം എന്നത് ഏതൊരു ഇബാദത്ത് കഴിഞ്ഞാലും അല്ലാഹു അത് സ്വീകരിച്ചോ എന്ന ഭയപ്പാട് നിറഞ്ഞ മനസ്സ്, എന്റെ അമലുകൾ ഏതെങ്കിലും നിലക്ക് പൊളിഞ്ഞു പോകുന്നുണ്ടോ എന്ന ഭയപ്പാട് നിറഞ്ഞ ഒരു മനസ്സ് വിശ്വാസിക്കുണ്ടാകണം, പ്രതീക്ഷയോടൊപ്പം തന്നെ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അവസ്ഥയിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാസിബു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ വിചാരണ ചെയ്യൂ, ഖബ്ല അൻ തുഹാസിബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി. വസിനു അൻഫുസക്കും ഖബ്ല അൻ തസൂലു, ഖബ്ല അൻ
നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകളെ, അമലുകളെ, ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ തൂക്കിക്കണക്കാക്കൂ. നാളെ പരലോകത്ത് തൂക്കിക്കണക്കാക്കുന്നതിന് മുമ്പായി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നിരന്തരമായി ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കണ്ട ഒരു ജനതയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, സഹോദരങ്ങളെ, ഈ ഒരു സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, തീർച്ചയായും ഞാനൊരു വിഭാഗം ജനങ്ങളെ കണ്ടുമുട്ടുകയുണ്ടായിട്ടുണ്ട്. സ്വഹാബാക്കളെ, എന്താണ് അവരുടെ അവസ്ഥ? കാനൂ മിൻ ഹസനാതിഹിം അൻ തറുദ്ദ അലൈഹിം അശ്ഫഖ മിൻഹും അലാ സയ്യിആതിഹിം അൻ തുഅദ്ദബു അലൈഹാ. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ പാപങ്ങളുടെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുമോ എന്നതിനേക്കാൾ ഭയപ്പാട് അവർ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിലായിരുന്നു. സ്വഹാബാക്കളുടെ ജീവിതവും സലഫുകളുടെ ജീവിതവും മുൻഗാമികളുടെ ജീവിതവും അങ്ങനെയാണ്. അവരൊരു ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് അന്ന് സ്വീകരിച്ചിട്ടുണ്ടോ, എന്താണ് ആ ഇബാദത്തിന്റെ അവസ്ഥ എന്നതിനെ കുറിച്ചോർത്തുള്ള ഭയപ്പാടാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുകയാണ്, കുറെ അമലുകൾ ചെയ്യുന്നതല്ല കാര്യം, അല്ലെങ്കിൽ അത്തരം അമലുകൾ ഒരുപാട് ചെയ്യുന്നു എന്നതിന്റെ അല്ല കാര്യം. പിന്നെയോ ആ ചെയ്ത അമലുകൾ പൊളിയാതെ, ആ ചെയ്ത അമലുകൾ നഷ്ടമാകാതെ അത് സംരക്ഷിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തോടുകൂടി പരലോകത്ത് എത്തിപ്പെടുക എന്നതാണ് കുറച്ച് പ്രയാസമുള്ള കാര്യമെന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുകയാണ്. നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്, നമ്മൾ ദാനം ചെയ്തിട്ടുണ്ട്. ആ ഇബാദത്തുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഭയപ്പാട് നമ്മുടെ മനസ്സിലുണ്ടോ? സത്യത്തിൽ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കും. പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഞാൻ പരീക്ഷ എഴുതിയല്ലോ എന്ന സമാധാനത്തിലല്ല അവർ കഴിയുന്നത്. മറിച്ച് അതിന്റെ റിസൾട്ട് വരുമ്പോ എന്താകും ഞാൻ എഴുതിയതിന്റെ മറുപടികൾ, ഉത്തരങ്ങൾ, എന്റെ റിസൾട്ട് എന്താകും എന്നതിനെ കുറിച്ചുള്ള ഭയപ്പാടാണ് ആ പരീക്ഷ എഴുതിയവരുണ്ടാവുക. ആ നിലക്ക് സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രകാരമാണ് നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ അല്ലാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചോർത്ത് റഹ്മാനായ റബ്ബിനോട് അല്ലാഹുവേ, ദുനിയാവ് ചോദിക്കുന്ന നേരത്തും മറ്റു പലതും ചോദിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഇതുവരെ നമസ്കരിച്ച നമസ്കാരങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ ദാനധർമ്മം നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നാം. അതുപോലെ തന്നെ നാം ചെയ്തു കൂട്ടിയ അമലുകൾ പൊളിഞ്ഞു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി ഗൗരവത്തിൽ കാണേണ്ട ഒരു ഹദീസാണ് ഇബ്നു മാജഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കൽ നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകളെ എനിക്കറിയാം, ഒരു വിഭാഗം കൂട്ടത്തെ എനിക്കറിയാമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുകയാണ്, യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമാ ബിദൻ, തിഹാമാ പർവ്വതം കണക്കെ ധാരാളം ഇബാദത്തുകളും അമലുകളും ചെയ്തുകൊണ്ടവർ പരലോകത്ത് വരുന്നതാണ്. ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാറിപ്പറക്കുന്ന ധൂളി പോലെ പർവ്വതം കണക്കെയുള്ള ഇബാദത്തുകളെയെല്ലാം ധൂളികളാക്കി പറത്തിക്കളയുന്നതാണ്. അങ്ങനെ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്തും ലനാ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു നൽകൂ. അതുപോലെ തന്നെ ജല്ലിഹിം ലനാ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി നൽകൂ. കാരണം അല്ലാ നകൂന മിൻകും വനഹ്നു ലാ നഅലമു, ഞങ്ങൾ അറിയാതെപ്പോഴും മക്കൂട്ടരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂലേ, കഷ്ടപ്പെട്ട് ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകുന്ന ആ കൂട്ടരെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
അമാ ഇന്നഹും ഇഖ്വാനുക്കും, അറിയുക അവർ നിങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. തൗഹീദുള്ളവരാണ്, സുന്നത്തുള്ളവരാണ്, ശിർക്ക് ചെയ്യാത്തവരാണ്, ബിദ്അത്ത് ചെയ്യാത്തവരാണ്. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. എന്താണ് അവരുടെ പ്രശ്നം? വയഖുദൂന മിനൽ ലൈൽ, രാത്രിയെ പ്രകാരമാണോ നിങ്ങൾ സ്വീകരിച്ചത് അതുപോലെ രാത്രിയെ സജീവമാക്കിയവർ തന്നെയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലാകിന്നഹും, പക്ഷേ അവർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് ഇൻതഹഖൂഹാ, അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളുമായി അവർ ഒറ്റയ്ക്കായാൽ ആ ഹറാമുകൾ യഥേഷ്ടം ചെയ്യുന്നവരാണ് അവർ. ആളുകളുടെ കൂട്ടത്തിൽ നമസ്കരിക്കാൻ ഒന്നാമത്തെ സ്വത്തിലുണ്ട്, ദഅവാരംഗത്ത് പ്രബോധന രംഗത്ത് സജീവമാണ്, റമദാനിന്റെ നോമ്പെടുക്കുന്നിടത്തുണ്ട്, ബലിയെടുക്കുമ്പോൾ ഉദ്ഹിയത്തിന്റെ കർമ്മത്തിലുണ്ട്, ഹജ്ജിന്റെ കർമ്മങ്ങളിലുണ്ട്. അങ്ങനെ എല്ലാ നന്മകളിലും അവരെ കാണാം. രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട്, രാത്രിയെ സജീവമാക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളുമായി അവർ ഒറ്റപ്പെട്ടാലോ, ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ എന്ന ചിന്തയിൽ ആ തിന്മയിൽ അവർ നിരന്തരം തെറ്റുകൾ ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ കാഴ്ചകൾ കാണുന്നു, മൊബൈലിലൂടെ മറ്റു സംവിധാനങ്ങളിലൂടെ അള്ളാഹു നിഷിദ്ധമാക്കിയ കേൾവി കേൾക്കുന്നു, സംഗീതം ആസ്വദിക്കുന്നു, സിനിമ ആസ്വദിക്കുന്നു. അങ്ങനെ റഹ്മാനായ റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ അവനവന്റെ നാവിനെ നിയന്ത്രിക്കുന്നില്ല. നമസ്കാരത്തിലുണ്ട്, നോമ്പിലുണ്ട്, ഒക്കെയുണ്ട്. അവന്റെ നാവ് കൊണ്ട് ബാക്കിയുള്ളവരെ നമീമത്ത് പറയുന്നു, കളവ് പറയുന്നു. അങ്ങനെ ജീവിതത്തിൽ തിന്മകൾ ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ തിന്മകൾ ചെയ്യുന്നവർ നാളെ പരലോകത്ത് കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരായി അല്ലാഹുവിന്റെ മുമ്പിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അക്കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, ആളുകളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നാം ഇവിടെ നിന്ന് നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ എനിക്ക് വേറൊരു മുഖമുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഗൗരവത്തിൽ ആലോചിക്കുക, ചിന്തിക്കുക. അത്തരം ആളുകളിൽ നിന്ന് നാം രക്ഷപ്പെടുവാൻ പരിശ്രമിക്കുക. ഒന്നതാ, നമ്മുടെ ആകലുകൾ പൊളിഞ്ഞു പോകും. രണ്ടാമത്തെ കൂട്ടുകാരെന്നറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ഉപദ്രവിച്ച ആളുകൾ, അത്തരം ആളുകളുടെ അകലും നഷ്ടപ്പെട്ടു പോകുന്ന രംഗമുണ്ട്. പരലോകത്ത് പ്രതിക്രിയ ഖിസാസ് നടത്തുന്നതാണ് രണ്ട് സന്ദർഭങ്ങളിൽ. ഒന്ന് വിചാരണയ്ക്ക് മുമ്പ് ഒരു ഖിസാസ് ഉണ്ട്, വിചാരണയുടെ വേളയിലുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ട് മുന്നേയും പ്രതിക്രിയ നടത്തും. രണ്ടുപേർ തമ്മിൽ പരസ്പരം അനൈക്യത്തിലും പരസ്പരം വിദ്വേഷത്തിലും വെറുപ്പിലുമാണെങ്കിൽ അതെല്ലാം അവിടെ വെച്ച് അവരുടെ ശിക്ഷയിലൂടെയോ മറ്റോ പരിഹരിച്ചതിന് ശേഷം മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ. അതിനു മുമ്പിലുള്ള സന്ദർഭം പ്രവാചകൻ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവരെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസോ, പാപ്പരായവർ എന്ന് പറഞ്ഞാൽ ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ, ദിർഹമോ ദീനാറൊന്നുമില്ലാത്ത സാമ്പത്തികമായി പൊളിഞ്ഞവരാണ് പാപ്പരെന്ന് പറയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നാൽ കാര്യം അങ്ങനെയല്ല. ഇന്നൽ മുഫ്ലിസ, പാപ്പരായവരെന്ന് പറഞ്ഞാൽ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, എന്റെ ഉമ്മത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ്. അവരവരുടെ നമസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും ഉംറയും എല്ലാ നന്മകളുമായി പരലോകത്ത് വരും അവർ. എന്നിട്ടോ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ ഇബാദത്തൊക്കെ ചെയ്ത മനുഷ്യൻ ചിലരെ ശകാരിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്നവനായിരിക്കും. അതുപോലെ തന്നെ അവൻ അർഹമല്ലാത്ത സമ്പത്ത് തിന്നവനായിരിക്കും മറ്റുള്ളവരുടേത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ രക്തം ചിന്തിയിട്ടുണ്ടാകും. ഇങ്ങനെ മറ്റുള്ളവരുടെ രക്തം ചിന്തിയ, സ്വത്ത് കുടിച്ച, അപവാദം പറഞ്ഞ് ശകാരിച്ച് ചീത്ത പറഞ്ഞ് നടന്ന മനുഷ്യന്മാരില്ലേ, ഇവർ പരലോകത്തിലുള്ള ഇബാദത്തുകളുമായി കടന്നു വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹാദാ ഫയുഅത ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ദാ മാ അലൈഹി ഉഖിദ മിൻ ഖതായാഹു ഫദുരിഹത് അലൈഹി ثم ദുരിഹ ഫിന്നാർ.
സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് വരുമ്പോ മറ്റൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പരസ്പരം പൊരുത്തപ്പെട്ടിട്ടില്ലാത്തൊരവസ്ഥയിലാണ് എങ്കിൽ ഇവൻ ചെയ്ത ഇബാദത്തുകൾ ആരെയാണോ ഇവൻ ചീത്ത പറഞ്ഞത് അവർക്കെടുത്തു കൊടുക്കും. മറ്റുള്ളവരെ ഇവൻ ശകാരിക്കുകയും അവരെ മോശമായി ചിത്രീകരിക്കുകയും അപവാദം പറഞ്ഞ് നടക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവന്റെ ഇബാദത്തുകളുടെ അവന് കൊടുക്കും പകരം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വത്ത് അനർഹമായി ഭുജിച്ചവരാണ് എങ്കിൽ ഇവരുടെ ഇബാദത്തുകൾ കണ്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ രക്തം ചിന്തിയവരുടെയും അവസ്ഥ അത് തന്നെയാണ്. അങ്ങനെ അവൻ ചെയ്ത സകല ഇബാദത്തുകളെയും മറ്റുള്ളവർക്കെടുത്തു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ കൊടുക്കുന്നതിനിടയിൽ ഇവന്റെ ഇബാദത്തുകൾ കഴിഞ്ഞു പോയാൽ മറ്റുള്ളവരുടെ തിന്മകളെ, ശിക്ഷകളെ ഇവനിലേക്ക് എടുത്ത് മടക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരായുഷ്കാലം മുഴുവനും ചെയ്തു കൂട്ടിയ സകല നന്മകളെയും പൊളിച്ചു കളഞ്ഞ് നരകത്തിന്റെ അകലുകാരനായി തീരുന്ന ദാരുണമായ അവസ്ഥ പരലോകത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി കിടക്കാൻ നേരം സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ച് നാം ഓരോരുത്തരും ചിന്തിക്കണം, ആലോചിക്കണം. ഞാൻ കാരണം എന്റെ നാവ് കൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി നാം ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരലോകത്ത് പാപ്പനായി തീരും. സഹോദരങ്ങളെ, കയ്യിലൊന്നും ഉണ്ടാകാത്ത അവസ്ഥയുണ്ടാകും. നാട്ടിൽ നിന്ന് സമ്പത്തുണ്ടാക്കി ഗൾഫിലേക്ക് ചെന്നു അവിടെ ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പണം മുഴുവനും നാട്ടിലെ വീട് വിറ്റും സ്വർണം വിറ്റും എല്ലാ നിലക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തെ അവിടെ ബിസിനസ്സിലേക്ക് ഇറക്കുമ്പോ അവിടെ നടാ ഒരാളെല്ലാം നമ്മളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ നമുക്ക് എന്ത് പ്രയാസമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഇബാദത്തുകൾ പരലോകത്ത് അതുകൊണ്ട് ചെല്ലുമ്പോൾ മറ്റുള്ളവർക്കെടുത്ത് വീതം വെച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശാന്തമായ മനസ്സുമായി ഓരോ രാത്രിയിലും ഉറങ്ങുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ കാരണം ഒരാളെയും എന്റെ നാവ് കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഉറങ്ങുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമസ്കാരം ഒഴിവാക്കുന്നവർ നോക്കൂ, എത്ര ആളുകളാണ് വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ വരുന്നവർ, പെരുന്നാളിന് മാത്രം പള്ളിയിൽ വരുന്നവർ. നമസ്കാരം ഒഴിവാക്കിയാൽ അവന്റെ മറ്റു ഇബാദത്തുകളെല്ലാം പൊളിഞ്ഞു പോകും. തൗഹീദില്ലാത്ത മനുഷ്യന്റെ നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഉംറയോ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല എന്നതുപോലെയാണ് നമസ്കാരം ഒഴിവാക്കിയവന്റെ നോമ്പ് അല്ലാഹുവിന് എന്തിനാണ്? നമസ്കാരം ഒഴിവാക്കിയവന്റെ ദാനധർമ്മം അല്ലാഹുവിന് വേണ്ട. നമസ്കാരം ഒഴിവാക്കിയവന്റെ ഹജ്ജും ഉംറയും ഒരു പുണ്യവും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അവൻ നമസ്കാരം ഒഴിവാക്കിയവനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന റജുലി വ ബൈന ശർരി വൽ മുഫ്രി തർക്കസ്സലാം. നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. അതുകൊണ്ട് ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ അവന്റെ മറ്റു അമലുകളെല്ലാം അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്, സ്വീകരിക്കുന്നതല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ശർദയ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, കാന അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റൻ ഗൈറ സ്വലാത്ത്. സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നമസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫ്റായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. വേറൊരു കർമ്മം ഒഴിവാക്കിയാൽ കുഫ്റായി അവർ കണ്ടിരുന്നില്ല. മറിച്ച് നമസ്കാരം ഒഴിവാക്കിയാൽ അത് കുഫ്റാണ് എന്ന് സ്വഹാബാക്കൾ ഒന്നടങ്കം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നമസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന ഏതൊരു നന്മയും അല്ലാഹു സ്വീകരിക്കുന്നതല്ല എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, മൻ തറക സ്വലാത്ത, ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ ഹബിത അമലുഹു, അവന്റെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. വലം യുഖ്ബൽ സിയാമുഹു, അവന്റെ നോമ്പുകളും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അവശേഷിക്കുന്ന ആയുസ്സിലെ ബാക്കി കാലം ഒരു നിലക്കും നമസ്കാരം മുടങ്ങാതെ ഒന്നാമത്തെ സ്വത്തില് നേരത്തെ വന്ന് ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സൗകര്യം നൽകട്ടെ. മറ്റൊരു കാര്യമാണ് അമലുകൾ പൊളിഞ്ഞു പോകുന്നത്, കടമെന്ന് പറയുന്നത്. നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങാറുണ്ട്. പക്ഷേ പലപ്പോഴും പല ആളുകളും കടം തിരിച്ചു കൊടുക്കുന്നതിനെ ഗൗരവത്തിൽ കാണുന്നില്ല. കയ്യിലുണ്ടെങ്കിലും അല്പം ഞെരുങ്ങിയാലും കടം വീട്ടാൻ സൗകര്യമുണ്ടായിട്ടും കടം വീട്ടാതെ ഇരിക്കുന്ന മനുഷ്യരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
من مات وعليه دينار أو درهم قضي من حسناته ليس ثم دينار ولا درهم. ആരെങ്കിലും കടം വീട്ടാതെ മരണപ്പെട്ടു പോയാൽ നാളെ പരലോകത്തെത്തുമ്പോ അവിടെ ദീനാറും ദിർഹമും തിരിച്ചെടുത്ത് കൊടുക്കില്ല. ഇവിടെയാണെങ്കിൽ ദിർഹം കൊടുക്കാം, ദീനാർ കൊടുക്കാം, രൂപ കൊടുക്കാം. പക്ഷെ പരലോകത്തെത്തിയാൽ നമുക്ക് കടമുണ്ട് എങ്കിൽ ദുനിയാവിൽ ആരും നമ്മുടെ അനന്തരാവകാശികളൊന്നും കടം വീട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ അമലുകളെടുത്ത് കടം തന്നവന് കൊടുക്കുന്നതാണ്, അവൻ അതും കൊണ്ട് പോകുന്നതാണ്. സഹോദരങ്ങളെ, പരലോകം എന്ന് പറഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് കിട്ടിയാൽ അത് അത്രയും വലിയ നിഅമത്തായി കണക്കാക്കുന്ന അല്ലാഹുവേ ഒരു സുബ്ഹാനല്ലാഹ് കൂടി അധികമായി ചൊല്ലിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന പരലോകമാണിത്. സമ്പത്ത് ഉപകരിക്കാത്ത, മക്കൾ ഉപകരിക്കാത്ത, കുടുംബം ഉപകരിക്കാത്ത, ദുനിയാവിലെ ഒന്നും തന്നെ ഉപകരിക്കാത്ത ആ പരലോകത്ത് ആകെ ഉപകരിക്കുന്നത് നമ്മുടെ ഇബാദത്താണ്. ആ ഇബാദത്ത് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് വെറുതെ ഇങ്ങനെ എല്ലാവർക്കും എടുത്ത് കൊടുക്കുക, അത് മറ്റുള്ളവരെടുത്ത് പോവുക സമ്മതിക്കോ? അയൽവാസി അതിന് കെട്ടുമ്പോ ഒരല്പം ഇങ്ങോട്ട് കയറ്റി കെട്ടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ദുനിയാവിൽ. എന്നാൽ പരലോകത്തെത്തുമ്പോൾ ദുനിയാവ് മുഴുവൻ നൽകാം, എന്റെ സ്വർണ്ണങ്ങൾ മുഴുവൻ നൽകാം, എന്റെ സമ്പത്ത് മുഴുവൻ നൽകാം, എന്റെ മക്കളെയും ഭാര്യയെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും പകരം നൽകാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന പരലോകത്താണ് നമ്മുടെ ഇബാദത്ത് എടുത്തു കൊടുക്കുന്നത്. ആ ഇബാദത്ത് നോക്കി കണക്കാക്കിയിട്ടാണ് സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. തുലാസിൽ നമ്മുടെ അമലുകൾ എടുത്തു വെക്കും. ഒരണു തൂക്കം തിന്മ തൂങ്ങി നിന്നാൽ നരകമാണ്. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. പിന്നെ അള്ളാഹുവിന്റെ ഔദാര്യമാണ്, റബ്ബിന്റെ കാരുണ്യമാണ്. ഉറപ്പെന്താണ്? നമ്മുടെ കർമ്മങ്ങളുടെ തുലാസിൽ തിന്മയുടെ ഭാഗം ഒരല്പം ധനം തൂങ്ങിയാൽ നരകമാണ്. ഇതാണ് ഉറപ്പായ കാര്യം. പിന്നെ ഔദാര്യം, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നമുക്കറിയില്ല. ആറാവുണ്ടല്ലോ, രണ്ടും ഒരുപോലെ വന്നാൽ കാലങ്ങളോളം നിൽക്കേണ്ടി വരുന്ന ആറാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്ത് സെന്റിമെന്റ്സ് ഒന്നും വില പോവില്ല. ഇബാദത്തുണ്ടോ അമലുണ്ടോ രക്ഷപ്പെടും. അതുകൊണ്ട് നാം ഗൗരവത്തിൽ കാണുക, കടമുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ വീട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ അശർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന് നന്മകൾ നഷ്ടപ്പെടും. അശറിനെ പ്രത്യേകമായി പരിഗണിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലദീ തഫൂതുഹു സ്വലാത്തുൽ അസ്രി കഅന്നമാ മുദിറ അഹ്ലഹു വമാലഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ തന്റെ കുടുംബത്തെയും സമ്പത്തിനെയും നഷ്ടപ്പെടുത്തിയവനെ പോലെയാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അഥവാ പ്രാർത്ഥനകൾ, അഥവാ നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിർവഹിച്ച് പോരേണ്ടതാണ്. പ്രത്യേകിച്ചും മധ്യ നമസ്കാരത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ഭക്തനും ശരിക്കും പരീക്ഷണം. സുബഹിന്റെ സമയം നല്ല ഉറക്കം കണ്ണിൽ പിടിപെട്ട് നിൽക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അത്രയും വലിയ പ്രതിഫലമുണ്ട്. ആ വഖത്ത് ഒഴിവാക്കി ഒരാൾ കിടന്നാലോ വലിയ നഷ്ടമാണ്. അവന്റെ അമലിൽ, അവന്റെ നന്മയുടെ തുലാസിൽ കുറയുന്നത്, അമല് കുറയുകയാണ്. അതുപോലെ തന്നെയാണ് അല്പം ക്ഷീണിച്ച് കിടക്കുന്ന നേരമാണ് അസറിന്റെ സമയം. ആ സമയം കൃത്യമായി നിർവഹിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസർ നമസ്കാരത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ അവ്വല് വക്തോടുകൂടി, ഒന്നാമത്തെ തക്ബീറോടുകൂടി നമസ്കരിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഗൗരവമുള്ള ഒരു വിഷയമാണ്. നോക്കൂ, ബനൂ ഇസ്രായേലിന്റെ കൂട്ടത്തിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു, രണ്ട് സഹോദരങ്ങൾ. അവർ സുഹൃത്തുക്കളാണ്. ആ രണ്ടുപേരിൽ ഒരാളാരാണ്? തെറ്റുകൾ ചെയ്യുന്ന, തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. നാം നമ്മുടെ ജീവിതവും നമ്മുടെ നാടും നമ്മുടെ സുഹൃത്ബന്ധവും ഒക്കെ മുന്നിൽ പരിഗണിച്ചുകൊണ്ട് ആ സംഭവം കേൾക്കുക. അതിലൊരാൾ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആളാണ്, മറ്റേയാളോ മുജ്തഹിദുൽ ഇബാദത്തി, ഇബാദത്ത് ധാരാളമായി ചെയ്യുന്ന ഒരു മുജ്തഹിദായ മനുഷ്യനാണ്. അഥവാ ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഈ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ ആ നിലക്ക് നന്മകളിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ഈ തിന്മ ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോൾ പറയും, നോക്കൂ, നീ നിന്റെ പാപങ്ങൾ കുറയ്ക്കൂ, പാപങ്ങളിൽ നിന്ന് വിരമിക്കൂ,
നന്മകളിൽ മുന്നേറും എന്നിങ്ങനെ നിരന്തരം പറയാറുണ്ട്. ഒരു ദിവസം ഇയാളത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ, ആരാ തെറ്റ് ചെയ്ത മനുഷ്യൻ, തിരിച്ചു പറയുകയാണ്, ഖല്ലനീ റബ്ബി അബുഇസ്ത അലയ്യ റഖീബാ. എന്നെയും എന്റെ റബ്ബിനെയും നീ ഒന്ന് വെറുതെ വിടൂ, എന്റെ കാര്യത്തിൽ നിന്റെ കാര്യം നോക്കാനുള്ള ഏൽപ്പിച്ചിട്ടില്ലല്ലോ. എന്നാ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ പറഞ്ഞപ്പോ വിവാദത്തിൽ മുജ്തഹിദായ ഈ മനുഷ്യൻ പറയുകയാണ്, എന്താ പറഞ്ഞത്, ലാ യഗ്ഫിറുല്ലാഹു ലക ഔ ലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന. അല്ലാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ, നിനക്കൊന്നും അല്ല സ്വർഗമൊന്നും തരുകയെന്നില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. അങ്ങനെ ഈ രണ്ടുപേരും മരിച്ച് പരലോകത്തെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ അല്ലാഹു ഈ മുജ്തഹിദായ മനുഷ്യനോട് ചോദിക്കുകയാണ്, അകുന്ത ബി ആലിമൻ, എന്റെ കാര്യത്തിൽ നീ അറിവുള്ളവനാണോ, ഔ കുന്ത അലാ മാ ഫീ യദി ഖാദിറ, എന്റെ കാര്യത്തിൽ നീ കഴിവുള്ളവനാണോ. എന്താ സംഭവിച്ചത്? ഈ മനുഷ്യൻ പറഞ്ഞല്ലോ, നിനക്ക് അമ്മ പുറത്തേരില്ല, നീയൊന്നും ഒരിക്കലും നന്നാവില്ല, നിനക്കൊന്നും സ്വർഗം കിട്ടാൻ തന്നെ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യനെ അല്ലാഹു കഠിനമായി വിചാരണ ചെയ്യുകയും അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയുകയും, ആരാണോ തെറ്റ് ചെയ്ത് ജീവിച്ചത് അവനന്ന് പുറത്തു കൊടുത്തിട്ട് എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിൽ പൊക്കോ എന്ന് പറയുന്ന വളരെ ദയനീയമായ ദാരുണമായ രംഗം പരലോകത്ത് അവർക്ക് വരാനിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലും നമ്മുടെ ചുറ്റിലും തിന്മകൾ ചെയ്യുന്നവരുണ്ടായേക്കാം. നസീഹത്തിന്റെ ഭാഷയിൽ മാന്യമായ വർത്തമാനങ്ങളല്ലാതെ ഇവനൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല, ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല, ഇവനൊക്കെ എങ്ങനെ സ്വർഗം കിട്ടാനാണ്, ഇവനൊക്കെ ഖുറാഫാത്ത് വിധേയത ചെയ്ത് ജീവിക്കുന്നവരല്ലേ, എങ്ങനെ ഇവന് സ്വർഗം കിട്ടും? ഒരാളെ കുറിച്ച് പറയാനുള്ള അധികാരവും അവകാശവും അള്ളാഹ് നമുക്ക് വകവെച്ച് നൽകിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വർത്തമാനങ്ങൾ പറയരുത്, സൂക്ഷിക്കുക. നമ്മുടെ അമൽ പൊളിഞ്ഞ് പരലോകത്ത് നമുക്ക് നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ ദുരന്തം എന്താണ് സഹോദരങ്ങളെ? അത്തരം വർത്തമാനങ്ങൾ പറയാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക. നമസ്കരിക്കാൻ ഒരാൾ നിൽക്കുകയാണ്, അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ രണ്ടാളുകൾ കയറി വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് അവന്റെ നമസ്കാരത്തെ ഒന്ന് നന്നാക്കുകയാണ്. അതുവരെ അശ്രദ്ധമായി നമസ്കരിച്ചവൻ ആളുകൾ വന്നപ്പോൾ ഒന്ന് നന്നാക്കി, സുജൂദ് നന്നാക്കി, റുകൂഅ് നന്നാക്കി, ഇഅ്തിദാൽ നന്നാക്കി, അങ്ങനെ നന്നാക്കി നമസ്കരിക്കുന്നു. അവൻ അല്ലാഹുവിന് വേണ്ടിയല്ല നമസ്കരിച്ചത്, ആ കയറി വന്നവരെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ആരാണോ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നത് അവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. സ്വഹാബാക്കൾ ഇങ്ങനെ ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയിലായിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹി ദജ്ജാൽ, മസീഹി ദജ്ജാലിനേക്കാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഗൗരവമുള്ള ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞു തരട്ടെയോ? അങ്ങനെ സ്വഹാബാക്കൾ പറഞ്ഞു, അതേ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്റുഖുൽ ഖഫിയ്യു അയ്യഖൂമ റജുൽ യുസല്ലി ഫസയ്യന സ്വലാത്തുഹു ലിമാ യറാ മിൻ നസ്ലി റജുൽ. ഞാൻ ഈ പറഞ്ഞ സംഭവം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ നമസ്കരിക്കുക, ആളുകൾ നല്ലത് പറയട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക, അമൽ ചെയ്യുക. ദാനം ചെയ്യുമ്പോ, നോമ്പെടുക്കുമ്പോ, നമസ്കരിക്കുമ്പോ, വഴിയിൽ ഒരു കല്ല് മാറ്റിയിടുമ്പോ, സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്തിന് അവിടെ ശക്തമായി പിടികൂടുക, എന്നിട്ട് നന്നാക്കുക. ഇതിന്റെ പേരിൽ ആളുകൾ കയറി വരുന്നു, അതുകൊണ്ട് ഞാൻ നമസ്കാരം ഒഴിവാക്കി പോവുക, അത് പാടില്ല. എന്ന് പറഞ്ഞു, ആ സന്ദർഭത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക നിങ്ങളുടെ നഫ്സിനോട്. പിശാച് വന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, ഇല്ല, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ നഫ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ അമൽ ചെയ്യുക എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റിയാദ് കടന്നു വരാത്ത വിധം നോക്കൂ. ഈ റിയാദ് ചെയ്തവർ, അള്ളാഹു അല്ലാത്തവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്തവർ പരലോകത്ത് വരുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ പരലോകത്ത് വരുമ്പോ അള്ളാഹു അവരോട് പറയും, ഈ റിയാദുമായി ബന്ധപ്പെട്ട് അമൽ ചെയ്തിരുന്ന ആളുകളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ആരെ കാണിച്ചുകൊണ്ടാണോ ഇബാദത്ത് ചെയ്യുന്നത്, നിങ്ങൾ ആരെ കാണിക്കുന്നതിന് വേണ്ടിയാണോ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത്, അവരുടെ ഇവിടെയൊക്കെ പോയി ചോദിക്കൂ, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊള്ളൂ എന്ന് അള്ളാഹു പറയുന്ന ഒരവസ്ഥയുണ്ട്. സഹോദരങ്ങളെ, അത്തരമൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്കൊരിക്കലും ഒരു തേടില്ല. അവിടെ ആ ഇബാദത്തുകളും അമലുകളും മാത്രമാണ് നമ്മുടെ കൈമുതൽ. അതിനുള്ള അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് അമലാണ് ചെയ്യുന്നതെങ്കിലും അത് വൃത്തിക്ക് ചെയ്യുക, ഇഖ്ലാസോടുകൂടി ചെയ്യുക, റബ്ബിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുക. ഒരുപാട് ചെയ്ത് പക്ഷെ ഈ നിലയ്ക്ക് ഇഖ്ലാസ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ
നോക്ക്, അതുപോലെ തന്നെ 3 ദിവസത്തിലധികമായി പിണങ്ങി നിൽക്കുന്നവർ. നമ്മൾ ആലോചിക്കുക, ഞാൻ ആരെങ്കിലുമായി ഇന്ന് പിണങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈനി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. പ്രവാചകൻ പറഞ്ഞു, ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ജനങ്ങളുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അങ്ങനെ എല്ലാ സത്യവിശ്വാസികളായ ദാസനും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഒരു കൂട്ടരൊഴികെ ആരാണവർ? രണ്ട് സഹോദരങ്ങൾക്കിടയിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. അതിങ്ങനെ പെൻഡിങ്ങിലൊന്നും അങ്ങനെ പരസ്പരം വഴക്കുകൾ പറഞ്ഞു തീർത്ത് സുൽഹാക്കിയില്ല എങ്കിൽ അവർ വന്ന് പുറത്തു കൊടുക്കാതെ അതിനങ്ങനെ പിടിച്ചു വെക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെങ്കിലുമായി നാം പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ആലോചിക്കുന്ന നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ നാട്ടിലോ സുഹൃത്തുക്കളിലോ ആരെങ്കിലുമായി പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവരുമായി ചെന്നുകൊണ്ട് ബന്ധം നന്നാക്കി സുൽഹുണ്ടാക്കി ഏറ്റവും നല്ല നിലക്കാവുക. കാരണം എന്റെ ഇബാദത്തും എന്റെ അമലും എന്റെ കർമ്മവും അല്ലാഹു നോക്കുകയും സ്വീകരിക്കുകയും എനിക്ക് പുറത്തു തരികയും ചെയ്യണമെങ്കിൽ ആ നിലക്ക് ഞാൻ സുഹൃത്തുക്കളുമായോ മറ്റോ പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ ബന്ധം നന്നാക്കുക. അങ്ങനെ ഈ കർമ്മങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഈ അമലുകളെ എന്തും നശിപ്പിച്ചു പറയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ കൃത്യമായി ചെയ്തു കൊണ്ടുന്ന ഓരോ ഇബാദത്തിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഭദ്രമായി മരിക്കുമ്പോൾ കഫംകുടവയിൽ കുതിഞ്ഞ് നമ്മളെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ അമലുകളും കൂടെ സുരക്ഷിതത്വത്തോടു കൂടി വരണമെങ്കിൽ ജാഗ്രത പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇദാ അമറല്ലാഹുൽ അബ്ദ ബിഅംരി, ഒരു അടിമയോട് അല്ലാഹു ഒരു കാര്യം കൽപ്പിക്കുകയാണ് എങ്കിൽ വജബ അലൈഹി സബ്ഉ മറാത്തിബ്, 7 കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കണം. ഒരു അടിമയോട് അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ 7 കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? 1, അൽ ഇൽമു ബിഹി, അതിനെ സംബന്ധിച്ച് പഠിക്കണം. വുളു എടുക്കണം, നമസ്കരിക്കണം, നോമ്പെടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എങ്കിൽ അത് എങ്ങനെയാണ് എന്ന് അതിന്റെ മസ്അലകൾ, അതിന്റെ ഫിഖ്ഹും അതിന്റെ ഫളാഇലും ഒക്കെ പഠിക്കുക എന്നത്, അതിന്റെ ഫിഖ്ഹ് പഠിക്കൽ, നിയമങ്ങൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്, ഫളാഇൽ പഠിച്ചില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ആ വിഷയം എങ്ങനെയാണ് എന്ന് പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അസ്സാനിയത്തു മഹബ്ബത്തുഹു, ആ ഇൽമിനെ ആ അമലിനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ ആ കൽപ്പനയെ ഇഷ്ടത്തോടു കൂടി വേണം നാം അതിനെ സമീപിക്കുവാൻ. 3-മത് അൽ അസ്മു അലൽ ഫിഅലി, അത് ഞാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കണം. 4-മത്തത് അൽ അമലു, അത് പ്രവർത്തിക്കണം. 5 ഖൗലുഹു യഖഉ അലൽ മശ്റൂഇ ഖാലിസൻ സവാബ, അവനത് ഇഖ്ലാസോടു കൂടി ശരിയായ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ജീവിതത്തിൽ അതിനെ അമലാക്കണം. 6-മത്തത് അത്തഹദീറു മിൻ ഫിഅലി മാ യുഹ്ബിതുഹു, അമലുകളെ നിഷ്ഫലമാക്കി കളയുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. 7-മത്തത് അസ്സബാതു അലൈഹി, അതിൽ തന്നെ അവൻ മരണം വരെ ഉറച്ചു നിൽക്കുകയും വേണം. ഒരു ഭാഗത്തുനിന്ന് വെള്ളം കോരുന്നുണ്ട്, കുടം ചോർച്ചയുള്ളതാണ്, അതിങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തിനാണ് നമുക്ക് പറയാനുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്യുന്ന ഇബാദത്തുകൾ നഷ്ടമാകുന്നില്ല, ഏതെങ്കിലും ഭാഗത്തുകൂടി അത് നശിച്ചു പോകുന്നില്ല എന്നുള്ളത് നാം ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം നാം പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നാളത്തെ സുബഹി മുതൽ ഞാനും നിങ്ങളും നിരന്തരമായി മരണം വരെ ഇൻഷാ അല്ലാഹ് ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെ ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല സുബ്ഹ് ഹീന യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബഹി നമസ്കാരത്തിന് ശേഷം അവൻ പറയണം, പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. പഠിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, നീ എനിക്ക് നാഫിഅയ ഉപകാരപ്രദമായ അറിവ് നൽകണേ അല്ലാഹ്.
എനിക്ക് നീ ഉപകരിക്കുന്ന അറിവ് നൽകണേ അല്ല. വരിസുഖം ത്വയ്യിബ, അതുപോലെ തന്നെ പരിശുദ്ധമായ ഉപജീവനം നീ എനിക്ക് നൽകണേ അല്ല. ഹറാമ് കലരാത്ത, മറ്റൊരു നിലക്കും തിന്മകൾ കടന്നുകൂടാത്ത പരിശുദ്ധമായ ഉപജീവനം നീ എനിക്ക് നൽകണേ അല്ല. വഅമലൻ മുതഖബ്ബല, നീ സ്വീകരിക്കുന്ന ഇബാദത്തുകൾ, നീ സ്വീകരിക്കുന്ന അമലുകൾ ചെയ്യുവാനുള്ള തൗഫീഖും നീ എനിക്ക് നൽകണേ അല്ല എന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി വരെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചാൽ തീർച്ചയായും നമ്മുടെ അമലുകൾ സുരക്ഷിതത്വമുള്ള ഒരിടത്ത് സേവ് ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന പഠിച്ച് എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് നാം അത് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. എല്ലാ നന്മകളെയും ഗൗരവത്തിൽ കാണാനും എല്ലാ തിന്മകളെയും ഗൗരവത്തിൽ കാണാനും അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷൻ ഈ ആഴ്ചയും ഉണ്ടാകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ മസ്ജിദിന് വേണ്ടി കൈയഴിഞ്ഞ് സഹായിക്കുക. രണ്ടുപേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്ന്, നമ്മുടെ ഉസ്താദ് മുജാഹിദ് വാരിസ്, അറിയാം പ്രബോധന രംഗത്ത് സജീവമാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിലൂടെ എത്രയോ ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ട്. സഹോദരങ്ങൾ, അദ്ദേഹം രോഗം ബാധിച്ച് വളരെയധികം പ്രയാസത്തിലാണ്. കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിലേക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രയാസത്തിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നു. വളരെ പ്രയാസത്തിലാണ്. ശരീരം മുഴുവനും രോഗം ബാധിച്ച് വേദന ബാധിച്ച് കിടക്കുകയാണ്. ഒന്ന് ആശ്വാസത്തോടുകൂടി ഇരിക്കാൻ കഴിയാത്ത വേദനയുണ്ടെന്ന് അറിയിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മുടെ ഓരോ വക്കത്തിലും ഓരോ സന്ദർഭത്തിലും നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം രോഗം ശിഫയാക്കി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പ്രബോധന രംഗത്തും ഇബാദത്തുകൾ ചെയ്യുന്നിടത്തും മടങ്ങി വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അബ്ദുള്ള സാഹിബ് ഈ പള്ളിയിൽ ഒന്നാമത്തെ സ്വപ്നം ഇരിക്കുന്ന മനുഷ്യനാണ്. പള്ളി തുടങ്ങിയ കാലം മുതൽ ഏറ്റവും ഒന്നാമത്തെ സഭയിൽ ആദ്യം ജുമാഅക്ക് വന്നിരുന്ന മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. സ്ട്രോക്ക് ബാധിച്ച് ഒരു മാസം തകർന്ന് ഐസിയുവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രണ്ടുപേർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി പൂർണ്ണ ആരോഗ്യത്തോടെയും ആഫിയത്തോടും കൂടി ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് സ്വർഗപ്രവേശനത്തിന് കാരണമാകും വിധം ധാരാളം അമലുകൾ ചെയ്യുവാനുള്ള തൗഫീഖ് അവർക്കെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ സകല പുണ്യങ്ങളും നന്മകളും വലിയൊരു മുതൽക്കൂട്ടായി പരലോകത്ത് അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ആരോഗ്യത്തോടെ ആഫിയത്തോടു കൂടി നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കെല്ലാം അല്ലാഹു സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു വഖ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് الأحياء منهم والأموات ويا قاضي الحاجات اللهم ارحم موتانا وموتى المسلمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واذكروا الله العظيم يذكركم واشكروه يزدكم واستغفروه يغفر لكم واتقوه يجعل لكم